നമസ്കാരം. ഇനിയും 20 വർഷം NDA സർക്കാർ തന്നെ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 10 വർഷം രാജ്യം ഭരിച്ചുവെന്നും അടുത്ത 5 വർഷത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള പോരാട്ടമായിരിക്കും നടത്തുക എന്നുമാണ് മോദി പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിന്റെ വികസന കുതിപ്പാണ് NDA സർക്കാരിനെ ജനം മൂന്നാമതും അധികാരത്തിലേറ്റിയത്. കഴിഞ്ഞ 10 വർഷക്കാലം NDA സർക്കാർ അത് തെളിയിച്ചിട്ടുമുണ്ട്. സർക്കാരിന്റെ സുപ്രധാന കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുകൂടി മോദി അഭിപ്രായപ്പെടുന്നു. സർക്കാരിന് വഴിവെളിച്ചം നൽകുന്നത് ഭരണഘടനയാണ്, അത് വളരെ പവിത്രമാണ് എന്ന് പറഞ്ഞ മോദി അടുത്ത 20 വർഷം തങ്ങളുടേത് തന്നെ ആയിരിക്കും എന്നുകൂടി രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതൊരു 1/3 സർക്കാരാണ് എന്ന് നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിമർശനം ഉണ്ടായിരുന്നു. മോദി ഇതിന് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. കോൺഗ്രസ് പറഞ്ഞത് ശരിയാണ്, ഇത് 1/3 സർക്കാർ തന്നെയാണ്. കോൺഗ്രസ് സുഹൃത്തുക്കൾക്ക് താൻ നന്ദി പറയുന്നു. അവർ പറഞ്ഞതുപോലെ സർക്കാർ രൂപീകരിച്ച് ഇപ്പോൾ 10 വർഷമായിരിക്കുന്നു. ഇനി ഒരു 20 വർഷം കൂടി തങ്ങൾ തന്നെ ഭരിക്കുകയും ചെയ്യുമെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത്. NDA വിജയത്തെ ബ്ലാക്ക് ഔട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും സത്യം കേൾക്കാൻ പ്രതിപക്ഷം ഒരിക്കൽ പോലും തയ്യാറാവുന്നില്ല എന്നുകൂടി മോദി പറയുന്നുണ്ട്. നുണ പ്രചരിപ്പിച്ചവർക്ക് സത്യത്തെ അഭിമുഖീകരിക്കാൻ പേടിയാണ് എന്നും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിലൂടെ പ്രതിപക്ഷം ഭരണഘടനയെ അപമാനിച്ചു എന്നും മോദി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഭരണഘടനയുടെ ഏറ്റവും വലിയ ശത്രു കോൺഗ്രസ് തന്നെയാണ്. ഒരു കുടുംബത്തെ സഹായിക്കാൻ ഭരണഘടനയെ ദുരുപയോഗം ചെയ്ത ഏക പ്രസ്ഥാനവും കോൺഗ്രസ് തന്നെയാണ്. MP ആയിരിക്കെ ഓർഡിനൻസ് കീറിയെറിഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ ഭരണഘടനയെ പുകഴ്ത്തുകയാണ് എന്നുകൂടി മോദി പറഞ്ഞു വെക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ തീപ്പൊരി പ്രസംഗം നടത്തിയത്. അന്ന് രാഹുൽ ഗാന്ധി നടത്തിയ ഈ തീപ്പൊരി പ്രസംഗത്തിന് ഇപ്പോൾ തീതുപ്പും മറുപടികൾ തന്നെയാണ് മോദി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.